വിശാഖപട്ടണം എന്ന കടലോര നഗരത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഒരൊറ്റ ക്യാൻവാസിലെന്ന പോലെ ആസ്വദിക്കാൻ ഒരിടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരു സഞ്ചാരിയും പറയുന്ന ഉത്തരം ഒന്നേയുള്ളൂ: കൈലാസഗിരി. ബംഗാൾ ഉൾക്കടലിന്റെ നീലിമയും തിരമാലകളുടെ ഇരമ്പലും കുന്നിൻ മുകളിലെ തണുത്ത കാറ്റും ഒത്തുചേരുന്ന ഈ പ്രദേശം വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, മറിച്ച് വിസാഖിന്റെ അടയാളം കൂടിയാണ്. ഏകദേശം 360 അടി ഉയരമുള്ള ഈ കുന്നിൻ മുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ശിവപാർവതിമാരുടെ പ്രതിമകളാണ്. ധവള നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന 40 അടി ഉയരമുള്ള ഈ ശില്പങ്ങൾ കൈലാസഗിരിക്ക് ഒരു പുണ്യഭൂമിയുടെ പരിവേഷം നൽകുന്നു. കടലിൽ നിന്നും വീശുന്ന കാറ്റേറ്റ് ആ പ്രതിമകളുടെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം വിവരണാതീതമാണ്. കൈലാസഗിരിയിലെ വലിയ പ്രതിമകൾ കണ്ടുകഴിഞ്ഞാൽ പലരും വിട്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രം. ഒരു കൃത്രിമ ഗുഹയ്ക്കുള്ളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും കലയുടെയും സങ്കേതമാണ്. ഗുഹയ്ക്കുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ ചുവരുകളിലെ കൊത്തുപണികൾക്കിടയിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഭഗവാൻ ശിവന്റെ വിവിധ ഭാവങ്ങളും പുരാണ കഥകളും ഗുഹയുടെ ഭിത്തികളിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. പുറത്തെ വെയിലിന്റെ ചൂടിൽ നിന്നും മാറി ഗുഹയ്ക്കുള്ളിലെ തണുപ്പിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു ശാന്തത ലഭിക്കും. കൈലാസഗിരിയിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമാണ്. കുന്നിൻ ചുവട്ടിൽ നിന്ന് റോപ്പ് വേ വഴി മുകളിലേക്ക് പോകുമ്പോൾ താഴെ വിരിഞ്ഞു നിൽക്കുന്ന നഗരത്തിന്റെയും അനന്തമായ സമുദ്രത്തിന്റെയും കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ മറക്കരുത്. ഇനി ട്രെയിൻ യാത്രയാണ് ഇഷ്ടമെങ്കിൽ കുന്നിൻ മുകളിൽ നിങ്ങളെ കാത്ത ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും വ്യൂ പോയിന്റുകൾക്കും ചുറ്റും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും ഹരമാണ്. കപ്പലിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ടൈറ്റാനിക് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ആർകെ ബീച്ചും ഋഷികുണ്ട ബീച്ചും കടലിൽ നങ്കൂരമിട്ട കപ്പലുകളും ദൃശ്യമാകും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി പുതുതായി ഒരുക്കിയ ഗ്ലാസ് സ്കൈവാക്ക് ഈ യാത്രയ്ക്ക് അല്പം കൂടി ത്രില്ല് പകരുന്നുണ്ട്. കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് സുതാര്യമായ ഗ്ലാസിലൂടെ നോക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടി തോന്നുമെങ്കിലും ആ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. സന്ധ്യാസമയമാണ് കൈലാസഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. പടിഞ്ഞാറൻ ആകാശത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ താഴെ നഗരം ആയിരക്കണക്കിന് ദീപങ്ങളാൽ തിളങ്ങുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. കുടുംബത്തോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർക്കും ഇതിലും നല്ലൊരു ഇടം വിസാഖിൽ വേറെയില്ല. വിശാഖപട്ടണത്തെ കൈലാസഗിരി കണ്ടുകഴിഞ്ഞാൽ ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരിടമാണ് ബോറ ഗുഹകൾ, ബോറ കേവ്സ്. കൈലാസഗിരിയിലെ കൃത്രിമ ഗുഹാക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തീർത്ത ഒരു അത്ഭുതമാണിത്. അതിന്റെ വിശേഷങ്ങൾ അടുത്ത ഒരു വീഡിയോയുമായി പിന്നെ ഒരിക്കൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.